അപ്പോൾ ഈ ആക്ടിങ് അല്ലെങ്കിൽ ഏത് പ്രൊഫഷൻ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം? അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അത് ചെറുപ്പത്തിൽ നമ്മൾ പറയില്ലേ എനിക്ക് ഡോക്ടർ ആയിക്കോളുന്നുണ്ട്. അങ്ങനെയൊക്കെ ഞാനും ഇഷ്ടമാണ്. ഞാൻ മാറ്റി മാറ്റി പറയായിരുന്നു ഡോക്ടർ ആവണം, JCB ഓടിക്കുന്ന ആളാവണം. ഞാൻ ഞാൻ അങ്ങനെ പല ആഗ്രഹം പറയായിരുന്നു. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എപ്പോഴും അച്ഛൻ്റെ അടുത്ത് എൻ്റെ അച്ഛനൊരു ഐസ്ക്രീം കട വേണം. എനിക്ക് അങ്ങനെ പല ആഗ്രഹം. എന്നിട്ട് ആ ഐസ്ക്രീം കട വലുതാകുമ്പോൾ ഞാൻ നോക്കും. അങ്ങനെ ഞാൻ മാറ്റി മാറ്റി പറയായിരുന്നു. പിന്നെ അതൊരു സീരിയസ് ആയിട്ട് നമ്മളൊരു ആഗ്രഹം പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഞാൻ ഫീൽഡിലേക്ക് വന്നു. അപ്പൊ പിന്നെ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചാൽ പോലും കിട്ടാത്തത്ര നല്ലൊരു സ്പേസിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ അപ്പുറം ഇത് വേണ്ട വേറൊന്നും തന്നെ ആഗ്രഹിക്കാനുള്ള സ്പേസ് ഉണ്ടായില്ല. ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നമ്മുടെ ഇങ്ങനെ സിനിമയും റിലീസിനൊക്കെ എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരെല്ലാവരും ഉറപ്പായിട്ടും കണ്ടു നോക്കുക. പുതിയൊരു ക്രൂ ആണ്. അപ്പം റിവ്യൂസും കാര്യങ്ങളൊക്കെ ഒത്തിരി വിലപ്പെട്ടതാണ്. കാരണം നേരത്തെ പറയുന്നത് പോലെ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ അവരെ അറിയിക്കുക. ഞാനും വെയിറ്റിംഗ് ആണ്. ഞാനും ഒരു പാർട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പം ഞാനും പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഒരു ഓഡിയൻസ് ആയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമായിട്ടെന്ന് ആശംസിക്കുന്നു. മീനാക്ഷി ഇനി നല്ല നല്ല ക്യാരക്ടേഴ്സിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ. സെറ്റ്.